പണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ, അതായത് അഴിമതി ആരോപണങ്ങളാണ് അതെ. പറഞ്ഞു വന്നതെങ്കിൽ ഇപ്പോൾ ഈ അശ്ലീല ആരോപണത്തിൻ്റെ ഒരു എന്താണ് വിളനിലം കൂടിയായി മാറുകയാണോ നമ്മുടെ രാഷ്ട്രീയം? അങ്ങനെയാണെന്ന് ഭയക്കേണ്ടിയിരുന്നു. കാരണം പണ്ട് ഈ സാംബശിവൻ കഥാപ്രസംഗത്തിൽ ഒരു ഇത് പറയുന്നുണ്ട്, രണ്ട് വേശ്യകൾ തമ്മിൽ സംസാരിക്കുന്നു. അപ്പോൾ ഒരുത്തി പറയാണ്, നിൻ്റെ വീട്ടിൽ ഇന്നലെ ആരൊക്കെയോ വരുന്നത് കണ്ടു, കഥ അടക്കുകയും തുറക്കുകയും ചെയ്യുന്നല്ലോ. അപ്പം മറ്റവൾ പറയാണ്, നിൻ്റെ വീട്ടിൽ പിന്നെ കഥ തുറന്നിട്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് എത്ര പേര് വന്നു പോയി എന്നുള്ളത് എനിക്കറിയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ വിധത്തിലുള്ള മോശമായ അശ്ലീല രാഷ്ട്രീയത്തിലേക്ക് ഇത് പോകുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു നമ്മൾ. നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഈ ലെജിസ്ലേച്ചർ. അപ്പോൾ ആ ലെജിസ്ലേച്ചറിന് കരുത്ത് പകരേണ്ട രാഷ്ട്രീയ നേതാക്കൾ. അതെ, അവർ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഗതി എന്താകും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊക്കെ പല വിധത്തിലുള്ള സ്വാധീനത്തിന് വേണ്ടിയാകും. പിന്നെ എന്താണ് ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ തൽപരന്മാരായിട്ടുള്ളവർ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഇരിക്കും. ഇതിപ്പോൾ വന്നതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നു, കുറച്ച് പക്വത വരാത്തവരെ രാഷ്ട്രീയത്തിൽ ഈ MLA MP ഒന്നും ആക്കരുത്. പണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെയായിരുന്നു, ഇച്ചിരി മുറ്റിയാൽ അയാളെ MLA MP ആക്കുള്ളൂ. ഇപ്പോൾ ഈ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് എതിർ പാർട്ടിയുടെ പിന്നെ തള്ളിക്കയറ്റത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കൊച്ചു പിള്ളേരെയൊക്കെ പിടിച്ച് MLA MP ഒക്കെ ആക്കും. അപ്പോൾ അവർ ഈ ഒരു താരപരിവേഷം, ഇപ്പോൾ പിന്നെ രാഹുലിൻ്റെ കൂട്ട് ഒരു താരപരിവേഷത്തിലാണ് ഈ MLA MP മന്ത്രി സ്ഥാനങ്ങളെ കാണുന്നത്. എന്നിട്ട് അവർ സിനിമാ താരങ്ങളെ പോലുള്ള ഉടുപ്പിടുക, തലചീകി കൊണ്ട് നടക്കുക, ഗോഷ്ഠികൾ കാണിക്കുക, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വന്ന് വേല കാണിക്കുക. ഇങ്ങനെ ഒരു സിനിമാ സ്റ്റൈലിലേക്ക് രാഷ്ട്രീയം മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു.